ഐക്യരാഷ്ട്രസഭയിൽ ആദ്യമായി ഹിന്ദിയിൽ പ്രസംഗിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി. ഐക്യരാഷ്ട്രസഭയിൽ ആദ്യമായി ഹിന്ദിയിൽ പ്രസംഗിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി. ഉത്തരം അടൽ ബിഹാരി വാജ്പേയി. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി. ഉത്തരം KR നാരായൺ. ദയാവധം നിയമവിധേയമാക്കിയ ആദ്യ രാജ്യം. ദയാവധം നിയമവിധേയമാക്കിയ ആദ്യ രാജ്യം. ഉത്തരം നെതർലൻഡ്. ഉത്തരം നെതർലൻഡ്. തമിഴ് വ്യാകരണത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന ഗ്രന്ഥം. തമിഴ് വ്യാകരണത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന ഗ്രന്ഥം. ഉത്തരം തൊൽക്കാപ്പിയം. ഉത്തരം തൊൽക്കാപ്പിയം. മാർപ്പാപ്പയെ സന്ദർശിച്ച ആദ്യ തിരുവിതാംകൂർ രാജാവ്. മാർപ്പാപ്പയെ സന്ദർശിച്ച ആദ്യ തിരുവിതാംകൂർ രാജാവ്. ഉത്തരം ശ്രീ ചിത്തിര തിരുനാൾ. ശ്രീ ചിത്തിര തിരുനാൾ. ഭാരതരത്നം നേടിയ രണ്ടാമത്തെ വിദേശി ആര്? ഭാരതരത്നം നേടിയ രണ്ടാമത്തെ വിദേശി ആര്? ഉത്തരം നെൽസൺ മണ്ടേല. ഉത്തരം നെൽസൺ മണ്ടേല. ദേവഭൂമി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം. ദേവഭൂമി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം. ഉത്തരം ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡ്. മുഖ്യമന്ത്രിയായ ആദ്യ സിനിമാ താരം. നമുക്കറിയാവുന്നതാണ്. മുഖ്യമന്ത്രിയായ ആദ്യ സിനിമാ താരം. ഉത്തരം MG രാമചന്ദ്രൻ. MG രാമചന്ദ്രൻ. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ പതാകയിൽ ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്ന മൃഗം. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ പതാകയിൽ ചിത്രീകരിക്കപ്പെട്ടിരുന്ന മൃഗം ഏത്? ഉത്തരം കടുവ. ഉത്തരം ഏതാണ്? കടുവയാണ്. നീലഗിരിയുടെ റാണി എന്നറിയപ്പെടുന്ന സ്ഥലം. നീലഗിരിയുടെ റാണി എന്നറിയപ്പെടുന്ന സ്ഥലം. ഉത്തരം ഊട്ടി. ഉത്തരം ഏതാ? ഊട്ടിയാണ് ഉത്തരം. കറുത്ത പഗോഡ എന്നറിയപ്പെടുന്ന ക്ഷേത്രം. കറുത്ത പഗോഡ എന്നറിയപ്പെടുന്ന ക്ഷേത്രം. കറുത്ത പഗോഡ. ഉത്തരം കൊണാർക്ക് സൂര്യക്ഷേത്രം. കൊണാർക്ക് സൂര്യക്ഷേത്രം. ആദ്യമായി ഭാരതരത്നം ലഭിച്ച വനിത ആര്? ആദ്യമായി ഭാരതരത്നം ലഭിച്ച വനിത ആര്? ഉത്തരം ഇന്ദിരാഗാന്ധി. ഉത്തരം ഇന്ദിരാഗാന്ധി. ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ ബഹിരാകാശ സഞ്ചാരി. ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ ബഹിരാകാശ സഞ്ചാരി നമുക്കറിയാവുന്നതാണ്. ഉത്തരം കൽപ്പന ചൗള. ഉത്തരം കൽപ്പന ചൗള. ഉത്തരേന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന നഗരം. ഉത്തരേന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന നഗരം. ഉത്തരം കാൺപൂര്. ഉത്തരം കാൺപൂര്. ഏഷ്യാഡിൽ വ്യക്തിഗത ഇനത്തിൽ സ്വർണം നേടിയ ആദ്യ മലയാളി വനിത. ഏഷ്യാഡിൽ വ്യക്തിഗത ഇനത്തിൽ സ്വർണം നേടിയ ആദ്യ മലയാളി വനിത. ഉത്തരം MD വത്സമ്മ. MD വത്സമ്മ. ആസാദ് എന്ന തൂലികാ നാമത്തിൽ എഴുതിയതിനാൽ ആ പേരിൽ പ്രസിദ്ധനായ നേതാവ്. നമുക്കറിയാവുന്നതാണ്. ഉത്തരം മൗലാന അബ്ദുൽ കലാം ആസാദ്. മൗലാന അബ്ദുൽ കലാം ആസാദ്. ശ്രീനാരായണ ഗുരു അദ്വൈതാശ്രമം സ്ഥാപിച്ചത് എവിടെ? ശ്രീനാരായണ ഗുരു അദ്വൈതാശ്രമം സ്ഥാപിച്ചത് എവിടെ? ഉത്തരം ആലുവ. ഉത്തരം ആലുവ. രണ്ടാം ബെർദോളി എന്നറിയപ്പെടുന്ന സ്ഥലം. രണ്ടാം ബെർദോളി എന്നറിയപ്പെടുന്ന സ്ഥലം. ഉത്തരം പയ്യന്നൂർ. ഉത്തരം പയ്യന്നൂര്. വിവേകാനന്ദ മെമ്മോറിയൽ എവിടെ സ്ഥിതി ചെയ്യുന്നു? വിവേകാനന്ദ മെമ്മോറിയൽ എവിടെ സ്ഥിതി ചെയ്യുന്നു? ഉത്തരം കന്യാകുമാരി. ഉത്തരം കന്യാകുമാരി. കൃഷ്ണരാജ സാഗർ ഡാം ഏതു നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കൃഷ്ണരാജ സാഗർ ഡാം. കൃഷ്ണരാജ സാഗർ ഡാം. ഉത്തരം കാവേരി. ഉത്തരം കാവേരി. ഒന്നാം കേരള നിയമസഭയിൽ EMS പ്രതിനിധാനം ചെയ്ത മണ്ഡലം. ഒന്നാം കേരള നിയമസഭയിൽ EMS പ്രതിനിധാനം ചെയ്ത മണ്ഡലം. ഉത്തരം നീലേശ്വരം. നീലേശ്വരം. കവികളിൽ രാജകുമാരൻ എന്നറിയപ്പെടുന്ന ആര്? കവികളിൽ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം കാളിദാസൻ. ഉത്തരം കാളിദാസൻ. പത്മശ്രീ ബഹുമതി നിരസിച്ച സ്വാതന്ത്ര്യ സമര സേനാനി. പത്മശ്രീ ബഹുമതി നിരസിച്ച സ്വാതന്ത്ര്യ സമര സേനാനി. ഉത്തരം കേളപ്പൻ. ഉത്തരം കേളപ്പൻ. പ്രാചീന കാലത്ത് മഹോദയപുരം എന്നറിയപ്പെട്ടിരുന്ന സ്ഥലം. പ്രാചീന കാലത്ത് മഹോദയപുരം എന്നറിയപ്പെട്ടിരുന്ന സ്ഥലം. ഉത്തരം കൊടുങ്ങല്ലൂർ. ഉത്തരം കൊടുങ്ങല്ലൂർ. ഇന്ത്യയിൽ ആദ്യമായി മെട്രോ റെയിൽവേ സ്ഥാപിക്കപ്പെട്ടത് എവിടെ? ഇന്ത്യയിൽ ആദ്യമായി മെട്രോ റെയിൽവേ സ്ഥാപിക്കപ്പെട്ടത് എവിടെ? ഉത്തരം കൊൽക്കത്ത. എവിടെയാ? കൊൽക്കത്തയിലാണ്. ഗർഭ ഏതു സംസ്ഥാനത്തെ നൃത്തരൂപമാണ്? ഗർഭ ഏതു സംസ്ഥാനത്തെ നൃത്തരൂപമാണ്? ഉത്തരം ഗുജറാത്ത്. എവിടത്തെയാണ്? ഗുജറാത്ത് ആണ് ഉത്തരം. കൊങ്കണി ഔദ്യോഗിക ഭാഷയായ ഇന്ത്യൻ സംസ്ഥാനം. കൊങ്കണി ഔദ്യോഗിക ഭാഷയായ ഇന്ത്യൻ സംസ്ഥാനം. ഉത്തരം ഗോവ. ഉത്തരം ഗോവ.
സുഭാഷ് ചന്ദ്രബോസിന്റെ രാഷ്ട്രീയ ഗുരു. സുഭാഷ് ചന്ദ്രബോസിന്റെ രാഷ്ട്രീയ ഗുരു. സുഭാഷ് ചന്ദ്രബോസിന്റെ ആരാണ്? ഉത്തരം CR ദാസ് അഥവാ ചിത്തരഞ്ജൻ ദാസ്. 36 കോട്ടകൾ എന്ന പേരിനർത്ഥമുള്ള സംസ്ഥാനം. 36 കോട്ടകൾ എന്ന പേരിനർത്ഥമുള്ള സംസ്ഥാനം. ഉത്തരം ഛത്തീസ്ഗഡ്. ഉത്തരം ഛത്തീസ്ഗഡ്. ഇന്ത്യയുടെ മാർബിൾ നഗരം എന്നറിയപ്പെടുന്നത്. ഇന്ത്യയുടെ മാർബിൾ നഗരം എന്നറിയപ്പെടുന്നത്. ഉത്തരം ജബൽപൂർ. ഉത്തരം ജബൽപൂർ.